പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവയുടെ ഒരു അവസരം കൂടെ ദാനമായി നൽകിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സംഘാടകരായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ദിവസേന ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രഭാഷകരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിയ സമയത്ത് തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് അന്നും ഇന്നും എന്നാണ് അതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് പഴയ നിയമ കാലഘട്ടത്തിലും ഈ കൃപാകാലഘട്ടത്തിലും പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഈ ഭാഗം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ആദിമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അതിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീട് ആ ഭൂമി വെള്ളത്താൽ നിറയപ്പെട്ട ഒരവസ്ഥ ഉണ്ടായി. അതിൻ്റെ സാഹചര്യം നമുക്കറിയാം. ആദിമ ഭൂമിയിൽ വസിച്ചിരുന്നതായ ദൂതന്മാർ പാപം ചെയ്തത് നിമിത്തമായിട്ട് ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് നിറച്ചു എന്ന് പഠിക്കുവാൻ കഴിയുന്നു. അങ്ങനെ വെള്ളം കൊണ്ട് നിറച്ചതായ ഭൂമിയുടെ ആ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെള്ളത്തിന്മീതിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഒരിക്കലും ഭൂമി നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ ഭൂമി നശിക്കാതിരിക്കേണ്ടതിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും സ്തോത്രം ഒന്നിനെയും നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി സൂക്ഷിക്കുവാനിടയായിത്തീരുന്നു എന്നും, സ്തോത്രം ആദിമ ഭൂമിയിൽ വെള്ളം കൊണ്ട് നിറയപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നതും ഭൂമി നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പിന്നീട് ദൈവാത്മാവിൻ്റെ മറ്റൊരു പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. സ്തോത്രം. ഇവിടെ ആത്മാവും ശ്വാസവും എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടും രണ്ടായി ചിത്രീകരിക്കുവാൻ കഴിയുകയില്ല. ആത്മാവും ശ്വാസവും ഒന്നത്രയെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ യോബ് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ സൃഷ്ടിച്ചത്, സർവശക്തന്റെ ശ്വാസമാണ് എനിക്ക് ജീവനെ തരുന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. വീണ്ടും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവ
മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് കൽപ്പിച്ചു, അരുളി ചെയ്തു. അപ്പോ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യന്റെ മേൽ വ്യാപരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്യുവാനിടയായി തീർന്നപ്പോൾ, അഥവാ സ്തോത്രം 6-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചതായ വ്യക്തികളെ അവർ ഭാര്യമാരായി സ്വീകരിച്ചു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അതാണ് ദൈവത്തിന് മനുഷ്യരിൽ അനിഷ്ടമുണ്ടാകുവാൻ കാരണമായി തീർന്നതെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ മനുഷ്യന് കഴിയാതെ വന്നപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യരുടെ ആ ആയുസ്സിൻ്റെ ദൈർഘ്യം ദൈവം കുറയ്ക്കുവാനിടയായി തീർന്നു. അവനിൽ എൻ്റെ ആത്മാവ് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ്റെ ആയുഷ്കാലം 120 സംവത്സരമാകുമെന്ന് ദൈവം അരുളി ചെയ്യുവാനിടയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, സ്തോത്രം, ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഇത് വളരെ പ്രതികൂലം നിറഞ്ഞതായ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ പല തരത്തിലുള്ളതായ പ്രതിസന്ധികൾ കടന്നു പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാതെ പോയാൽ ഒടുവിൽ വളരെ നിരാശയ്ക്ക് കാരണമായി തീരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 9-10 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നും കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, വളരെ പ്രതികൂലം നിറഞ്ഞതായ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വിവിധ നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങളും പ്രവർത്തനങ്ങളും ലോകത്തിൽ കടന്നു വന്നിട്ട് മനുഷ്യരെ ആത്മീയ നിലവാരത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ പരമാവധി ശത്രുവാകുന്നവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും അതിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുമുണ്ട്. അത് മനസ്സിലാക്കി സത്യത്തിൻ്റെ മാർഗം സ്വീകരിച്ച് നിലനിൽക്കുവാൻ ഓരോരുത്തർക്കും കഴിയേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം നിങ്ങളോട് സംസാരിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. മനുഷ്യൻ എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് പൂർണ്ണമായും സ്തോത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് ദുരുപദേഷ്ടാക്കന്മാർ ഭൂമിയിൽ വളരെയധികം പെരുകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം കൽപ്പിച്ച കൽപ്പനകൾക്കും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കും ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ നൽകിയിരിക്കുന്ന ഉപദേശങ്ങൾക്കും വിപരീതമായിട്ട് വളരെ ശക്തമായി വാദിച്ചുകൊണ്ട് ശത്രുവിൻ്റെ ആ ഹിംഗിതപ്രകാരം പ്രവർത്തിക്കുന്ന അനേക ഉപദേഷ്ടാക്കന്മാരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ സ്തോത്രം, ശത്രുവിൻ്റെ ഉപദേശം പ്രചരിപ്പിക്കുന്നവരുടെ ആ ഉപദേശങ്ങളിൽ കുടുങ്ങി മനുഷ്യൻ ആത്മീയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധയോടും ബുദ്ധിയോടും ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവവചനത്തിൻ്റെ വസ്തുതകളെ നാം മനസ്സിലാക്കിക്കൊള്ളണമെന്നും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കി ദൈവാത്മാവിന് വിധേയപ്പെട്ട് നാം ഓരോരുത്തരും നിലകൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവാത്മാവിന് വിധേയപ്പെടാതെ തങ്ങൾക്ക് ബോധിച്ച നിലയിൽ ജഡത്തിൻ്റെ സ്വഭാവത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചവരെ സംബന്ധിച്ചാണ് കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറഞ്ഞത്. സ്തോത്രം. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. സ്തോത്രം. ഏതാണ്ട്
ആദമിനെ 930 വയസ്സ് വരെ ജീവിച്ചിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. മെഥൂശലഹ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ 969 വർഷം ജീവിച്ചിരുന്നതായി കാണുന്നു. യാരദ് എന്ന മനുഷ്യൻ 962 സംവത്സരം വരെ ജീവിച്ചിരുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ ഇപ്പോൾ മനുഷ്യന്റെ പാപനിമിത്തമായിട്ട് മനുഷ്യന്റെ ആയുസ്സിനെ 120 സംവത്സരമായി ചുരുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ അരുളി ചെയ്യുവാനിടയായി തീർന്നത്. സ്തോത്രം. ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ സ്തോത്രം, ഫറവോന്റെ സ്വപ്നത്തെ സംബന്ധിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്ത യോസഫിനെ സംബന്ധിച്ച് ഫറവോൻ പറഞ്ഞ വാക്കാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഫറവോൻ കണ്ടതായ ആ സ്വപ്നത്തെ സംബന്ധിച്ചും ആ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച് നമുക്കറിയാം. മിസ്രയീമിൽ ഉണ്ടാകുവാൻ പോകുന്ന കഠിനക്ഷാമത്തെക്കുറിച്ചും ക്ഷാമകാലത്ത് രാജ്യം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഫറവോന് ലഭിച്ച ആ സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുത്ത് കർത്താവിന്റെ ദാസനായ യോസഫിനെ സംബന്ധിച്ചാണ് സ്തോത്രം ഫറവോൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നത്. സ്തോത്രം, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോസഫിന്മേൽ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ജാതീയനായ ഫറവോനും സ്തോത്രം അതിനെ പ്രകീർത്തിക്കുവാനിടയായി തീർന്നതിനെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് വേർതിരിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. കാരണം മോശയുടെ കാലം തീരുവാൻ പോവുകയാണ്. മോശയുടെ ആയുഷ്കാലം തീർന്നു. അതിനുശേഷം ഇസ്രായേലിന് നടത്തുവാൻ ഒരാള് വേണം. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ ചിതറിപ്പോകാതിരിക്കേണ്ടതിന് അവർക്ക് സ്തോത്രം നേതൃത്വം കൊടുക്കുവാൻ ഒരു നായകനെ ആവശ്യമാണെന്ന് മോശ തന്നെ ദൈവത്തോട് സംസാരിച്ചപ്പോൾ ദൈവം മോശയോട് സംസാരിച്ചതാണ് നൂന്റെ മകനായി സ്തോത്രം യോശുവ എന്ന് പറയുന്നതായ പുരുഷനെ സ്തോത്രം നീ വേർതിരിക്കണം, അവനിൽ എൻ്റെ ആത്മാവുണ്ട് എന്ന് കർത്താവ് തന്റെ ദാസനോട് സംസാരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവാത്മാവുള്ള പുരുഷനാണ് നൂന്റെ മകനായ യോശുവ. അവനെ വേണം കർത്താവിൻ്റെ വേലയ്ക്കായി വേർതിരിക്കേണ്ടത്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്കായി വേർതിരിക്കപ്പെടുന്നതായ ഏതൊരു വ്യക്തിയും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായിരിക്കണം, ദൈവാത്മാവിന് വിധേയപ്പെടുന്നവനായിരിക്കണം, ദൈവാത്മാവുള്ള ഒരു വ്യക്തിയായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവസഭയെ നേരോടെ നയിക്കുവാൻ അവർക്ക് കഴിയുകയുള്ളൂ എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേലിനെ മോശയ്ക്ക് ശേഷം നടത്തുവാൻ യോഗ്യനായ ഒരു വ്യക്തിയാണ് നൂന്റെ മകനായ യോശുവ എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. മറ്റൊരുവനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യഭാഗത്തിൽ സ്തോത്രം പുറപ്പാട് പുസ്തകം ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യഭാഗത്തിൽ നൂന്റെ മകനായ യോശുവയെ മോശെ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണൻ ആയി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം നൂന്റെ മകനായ യോശുവയെ മോശെ കൈവച്ച് അനുഗ്രഹിക്കുവാനിടയായി തീർന്നു.
അതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ദാസനായ മോശെ നൂന്റെ മകനായ യോശുവയുടെ മേൽ കൈവച്ച് അവനെ അനുഗ്രഹിച്ചപ്പോൾ അവൻ ആത്മജ്ഞാനമുള്ളവനായി ജ്ഞാനാത്മപൂർണനായി തീരുവാൻ ഇടയായി തീർന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യന്റെ മേൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ് വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ളതായ ഭാഗങ്ങളിൽ കാണുന്നത്, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇത് സ്തോത്രം സമാഗമന കൂടാരത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ കർത്താവ് തൻ്റെ ദാസനായ സ്തോത്രം മോശയോട് പറയുന്നതാണ്, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാണ്. കാരണം അവൻ കൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമരം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും, രത്നം വെട്ടിപ്പതിപ്പിപ്പാനും, മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും, സകലവിധമാകുന്ന പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സഭയെ നടത്തുന്നതിനും സ്തോത്രം സമാഗമന കൂടാരത്തിൻ്റെ പണികൾക്കും ഒക്കെയായിട്ട് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടതായ തൻ്റെ ദാസന്മാർക്ക് ജ്ഞാനാത്മാവിനെ നൽകിയിരുന്നു, അഥവാ ആത്മപൂർണരായി തീരുവാൻ ദൈവം സഹായിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച പ്രവർത്തനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ സഭയെ സംബന്ധിച്ച് ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വരുവാനിരുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം സഭയ്ക്ക്, അതാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് വരുവാനിരുന്ന കൃപയെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ അവർ വളരെയധികം ആരാഞ്ഞന്വേഷിച്ചിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. പിന്നീട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കിയെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം പഴയ നിയമ വിശുദ്ധന്മാരല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവാണോ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. അത് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും അതിനുശേഷം ഉണ്ടാകുന്ന തൻ്റെ മഹിമയെയും സംബന്ധിച്ച് മുൻകൂട്ടി സാക്ഷീകരിച്ചു എന്നും അതിൻ്റെ സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞ് നോക്കി എന്നും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പിന്നീട് അവർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ പ്രവാചകന്മാർക്ക് മനസ്സിലായി ഇത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് വേണ്ടിയോ ഉള്ള ഒരു ശുശ്രൂഷയല്ല തങ്ങൾ ചെയ്യുന്നത്, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ളതായ ശുശ്രൂഷയാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് തങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ ഇടയായി തീർന്നു എന്നാണ് ആ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 പത്രോസ് 1-20-21 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്തിലുള്ളതായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രയാകുന്നു എന്നാണ് പ്രവചനത്തെ സംബന്ധിച്ച് അവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വന്തമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രവചനം മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രയാകുന്നു എന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് ഈ സ്തോത്രം പ്രവചനം അല്ലെങ്കിൽ വരുവാനിരിക്കുന്നത് കാര്യാദികളെ കുറിച്ചുള്ളതായ സ്തോത്രം വെളിപ്പാടുകൾ ലഭിക്കുവാനിടയായി തീർന്നത് എന്ന് ആ ഭാഗത്തിൽ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് പൂർവകാലത്ത് സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് ഭൂമിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് ഭൂമിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പൂർവകാലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്തോത്രം പഴയ കാലത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പെന്തക്കോസ്ത് നാളിലാണെന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം. അന്നു മുതൽ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കാലമാണ് കൃപായുഗമെന്നും നമുക്കറിയാം. പുതിയ നിയമത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൂടുതലായി വിവരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ സ്തോത്രം, പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ സ്തോത്രം ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ജാതികളായിരിക്കുന്ന വിശ്വാസികൾക്ക് അഥവാ സ്തോത്രം വിശ്വാസത്തിൽ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അച്ചാരമായി വാഗ്ദത്തം ചെയ്തിരുന്നു. ആ പരിശുദ്ധാത്മാവിനാൽ അവൻ മുദ്രയിട്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചതായിരുന്നു. അത് തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് നമ്മുടെ മേലത് പകരുവാനിടയായി തീർന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം കൃപ നിമിത്തമായിട്ടാണ് നാം സ്തോത്രം ദൈവസന്നിധിയിൽ നിൽക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. അത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് യോഹന്നാനിലെ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. 16-ന്റെ 7-ാമത്തെ വാക്യഭാഗം, യോഹന്നാൻ 16-ന്റെ 7-ാമത്തെ വാക്യഭാഗം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനായി, ഒരു മധ്യസ്ഥനായി ഈ ലോകത്തിലേക്ക് വരുവാനിരിക്കുകയാണ്. അത് വരണമെന്നുണ്ടെങ്കിൽ സ്തോത്രം കർത്താവ് ഇവിടെ നിന്നും പോയേ മതിയാകൂ എന്ന് കർത്താവ് പറയുകയാണ്. സ്തോത്രം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് പറഞ്ഞാൽ കാര്യസ്ഥനായി ഈ ലോകത്തിലേക്ക് വരേണ്ടുന്ന ആ വ്യക്തി തന്നെയാണ് ഈ ലോകത്തിൽ ജഡത്തിൽ വസിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് കയറി പോയ ശേഷം ആത്മാവ് ഈ ലോകത്തിലേക്ക് വീണ്ടും വരുവാൻ സ്തോത്രം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും എന്ന് കർത്താവ് പറഞ്ഞു. അവൻ വന്നാലുണ്ടാകുന്ന ഒരു പ്രത്യേകത, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
ലോകത്തിൽ വന്ന ഒരുവന്റെ മേൽ വസിക്കുമ്പോൾ മാത്രമാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവന് ബോധം വരുവാനിടയായിത്തീരുന്നത്. ഇന്ന് അനേക വിശുദ്ധന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ സ്തോത്രം ദൈവാത്മാവിന് വിരോധമായി സ്തോത്രം പ്രചരണങ്ങൾ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തെ ദുർബലപ്പെടുത്തുവാൻ ചില ആളുകൾ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം അതൊക്കെ വലിയ ന്യായവിധിക്ക് കാരണമായി തീരുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സ്തോത്രം കർത്താവിന്റെ വചനാനുസരണം ജീവിതം നയിക്കുവാൻ ഏവരും ആഗ്രഹിക്കുന്നത് നന്നായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം അപ്പോസ്തലപ്രവൃത്തി 4:30-31 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് സ്തോത്രം കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യോഹന്നാനും പത്രോസുമാണ് സ്തോത്രം അതിൻ്റെ കാര്യാദികളെ കുറിച്ച് നമുക്കറിയാം. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ആ അമ്മയുടെ ഗർഭം മുതൽ മുടന്തരായിരുന്ന മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുവാനിടയായി തീർന്നു. ഇത് കണ്ടതായ ആളുകൾക്കാണ് കർത്താവിന്റെ ദാസന്മാരോട് കൂടുതൽ നീരസം ഉണ്ടാകുകയും സ്തോത്രം അവരെ ചോദ്യം ചെയ്യുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുവാനിടയായി തീർന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ മറ്റുള്ളവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ക്ഷീണിച്ച് തളർന്നു പോകാതിരിക്കേണ്ടതിന് പൂർണ്ണ ധൈര്യത്തോടുകൂടെ നിന്റെ വചനം പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാരായ അടിയങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. കർത്താവിന്റെ ദാസന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്നിരുന്നായ സ്ഥലം കുലുങ്ങുകയും എല്ലാവരും അവിടെ ഇരുന്നതായ ആളുകൾ മുഴുവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരുകയും ദൈവവചനം കർത്താവിന്റെ ദാസന്മാർ വളരെ ശക്തമായി ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോഴാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുവാൻ കർത്താവിന്റെ വിലയേറിയ ദാസന്മാരെ ദൈവം ശക്തീകരിക്കുവാനിടയായി തീർന്നു. ഈ കാലങ്ങളിൽ ദൈവാത്മാവിന് വിരോധമായി പ്രസ്താവിക്കുന്നതായ പ്രിയപ്പെട്ടവരോടൊക്കെ കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ വളരെ ശക്തമായിട്ടും അതിന് മറുപടി നൽകുകയും ദൈവവചനത്തിന്റെ സത്യത്തെ വിളിച്ചറിയിക്കുകയും ചെയ്യുവാനിടയായി തീരുന്നുണ്ടല്ലോ. അതിന്റെ കാരണം കർത്താവിന്റെ വിലയേറിയ ദാസന്മാരെ ദൈവം തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നതിനാലാണ് അത് പ്രസ്താവിക്കുവാനുള്ളതായ പ്രാഗൽഭ്യം അവരിൽ ഉണ്ടാകുവാനിടയായി തീർന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ സ്തോത്രം ദൈവാത്മാവ് ഇല്ലാത്ത വ്യക്തികളാണ് ദൈവവചനത്തിന് വിരോധമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വിരോധമായി സ്തോത്രം പ്രസ്താവനകൾ ഇറക്കുവാനിടയായി തീർന്നത്. അവരെ യഥാർത്ഥമായി പിശാച് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്തോത്രം ലോകത്തിൽ പ്രചാരകന്മാരായി ഇറക്കി വിട്ടിട്ടുള്ളതായ ആളുകളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ ദൈവാത്മാവ് നിറഞ്ഞ വ്യക്തികൾ കർത്താവിന്റെ ദാസന്മാർ ധൈര്യത്തോടെ കർത്താവിന്റെ വചനം സംസാരിക്കുവാനിടയായി തീർന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും എന്ന് സ്തോത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴാണ് സ്തോത്രം ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തുവാനിടയായി തീരുന്നത്. സത്യത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രസ്താവനകൾ ഇറക്കുകയും അത് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായ വ്യക്തി ജീവിതങ്ങൾ
സത്യത്തിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവരല്ല, അത് ദുരാത്മാവിനാൽ ഭരിക്കപ്പെടുന്നവരാണ്. വ്യാജാത്മാവിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിലുണ്ട്. എതിർ ക്രിസ്തു വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ടെന്ന് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അവന്റെ ദാസനായ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് തന്റെ ലേഖനത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിൽ വരുമ്പോൾ മാത്രമാണ് അവനെ സത്യത്തിന്റെ മാർഗത്തിലൂടെ നടത്തുവാൻ ഇടയായിത്തീരുന്നത്. കാരണം സ്വതന്ത്രം ദൈവത്തിന്റെ ആത്മാവ് സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത്, സ്വർഗത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും കേൾക്കുന്നതായത് സംസാരിക്കുകയും വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് അത് ബോധം വരുത്തുകയും ചെയ്യും, അറിയിച്ചു തരികയും ചെയ്യുമെന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ലോകം വ്യാജാത്മാവിനെ കൊണ്ടും വ്യാജ പ്രവചനങ്ങളെ കൊണ്ടും വ്യാജ പ്രചാരകന്മാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യത്തിന് ചെവി കൊടുക്കാതെ ലോകത്തിന്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളെയാണ് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സത്യം സംസാരിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ ഏത് തരത്തിലും ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശത്രു ഏത് നിലകളിലുള്ളതായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നാലും സത്യം സംസാരിക്കുന്ന ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവദാസന്മാരെ യാതൊരു കാരണവശാലും ഒന്നും ചെയ്യുവാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് കഴിയുന്നതല്ല. കാരണം സത്യം പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരിൽ വസിക്കുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. ലോകത്തെ ജയിച്ചവന്റെ ആത്മാവാണ്. സ്തോത്രം. സർവശക്തന്റെ ആത്മാവാണ്. സ്തോത്രം. ഏത് ശക്തിയെയും ജയിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവാണ് അത്തരമുള്ള പ്രവർത്തനങ്ങൾ ദൈവദാസന്മാരിലൂടെ ചെയ്യുവാനിടയായി തീർന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, സ്തോത്രം, ദൈവാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഈ നാടുകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. കാലം അതിൻ്റെ അന്ത്യത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുന്നത് കൊണ്ട് നാം വളരെ സൂക്ഷ്മതയോടെ ദൈവവചനത്തിൻ്റെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഓരോ പ്രിയപ്പെട്ടവരും നിലകൊള്ളണം. പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ആക്ഷേപങ്ങൾ, പല നിലകളിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് നേർക്ക് കടന്നു വരും. എങ്കിലും അതൊന്നും ഗണ്യമാക്കാതെ വണ്ണം, സ്തോത്രം, കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കണമെന്നും കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കൊരിന്ത്യർ ലേഖനം 1:3-16 നമ്മൾ കാണുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളും ദൈവദാസന്മാരും ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവാണ് അങ്ങനെയുള്ളതായ ഓരോ പ്രിയപ്പെട്ടവരിലും വസിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കരുത് എന്നും അവിടെ താക്കീത് കൊടുക്കുന്നു. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിച്ചു കളയുവാനിടയായിത്തീരും. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി വളരെ ശ്രദ്ധാപൂർവം ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവാത്മാവിന്റെ പ്രവർത്തനം പൂർവകാലത്തും ഇപ്പോഴും സ്തോത്രം എങ്ങനെ എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ അല്പം ചിന്തിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോ സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ചില ആളുകൾ അതിനെതിരായിട്ട് പ്രസ്താവിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. യേശുക്രിസ്തുവിന്റെ നാമം വളരെ വിരളമായിരിക്കുന്നു, ശോഷിച്ചിരിക്കുന്നു, ആളുകളില്ലാതെ വന്നിരിക്കുന്ന നാമത്തിൽ. സ്തോത്രം. ആളുകളില്ല, ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ, അത് കുറഞ്ഞ് ഇല്ലാതെയാകും എന്നാണ് ചിലരൊക്കെ പ്രസ്താവിക്കുന്നത്. അത് പിശാചൊരു തന്ത്രം ഉപയോഗിക്കുകയാണ്.
സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ പ്രവർത്തനം സ്തോത്രം തെറ്റാണെന്നും അതിൽ നിലനിൽക്കുന്നവർക്ക് രക്ഷയില്ല എന്നും വരുത്തി തീർക്കുവാൻ പിശാച് ഒരു തന്ത്രം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് മാത്രമാണ് ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത്, ദൈവരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിൽ വരുവാൻ ദൈവം നൽകിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശം നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 2:38 വാക്യഭാഗം, സ്തോത്രം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്നാണ് അവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോ സ്തോത്രം, അടിസ്ഥാന ഉപദേശം ഇങ്ങനെയാണ്. പത്രോസ് പരിശുദ്ധാത്മാപൂർണനായി പരിശുദ്ധാത്മാവിന്റെ നിറവോടെ സംസാരിക്കപ്പെട്ടത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒന്നാമതായി മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്ന വ്യക്തി പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാനസാന്തരപ്പെടാത്ത വ്യക്തി ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങിയെന്നാകും, ഇല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങാതെ ഇരിക്കും. എങ്കിലും ഞങ്ങൾ വിശുദ്ധന്മാരാണെന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ട് സ്തോത്രം വേദപുസ്തകവുമായിട്ട് പുറപ്പെട്ട് പല കാര്യങ്ങൾ ഉപദേശിക്കുന്നവരെ ധാരാളം നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നു. അത് പെന്തക്കോസ്തുകാരാകണമെന്നില്ല, അല്ലാത്തവരും ആ തരത്തിൽ പ്രവർത്തിക്കുന്നതായ ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ സത്യമനുസരിച്ച് അടിസ്ഥാന ഉപദേശം സഭയ്ക്ക് നൽകിയിരിക്കുന്നത് സ്തോത്രം, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. മാനസാന്തരപ്പെടാത്ത വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ടും അവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തില്ല. മാനസാന്തരപ്പെട്ട വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലാതെ വേറെ ഏതെങ്കിലും നാമങ്ങളിൽ സ്നാനപ്പെട്ടാലും അവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. മാനസാന്തരപ്പെട്ട വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കണം. എന്നാൽ പരിശുദ്ധാത്മാവിനെ ദൈവം സൗജന്യമായി അവന്റെ മേൽ അയക്കുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നതിനാൽ അന്യത ഉപദേശിക്കുന്നവരുടെ ഉപദേശങ്ങളിൽ കുടുങ്ങി ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് തിരുവചന സത്യം എന്താണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് വചന വ്യവസ്ഥ പ്രകാരം നമ്മൾ ചിന്തിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എടുക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു എങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വരികയില്ല. കർത്താവിന്റെ വരവെങ്കിൽ അവനോട് കൂടെ ചേർന്ന് നിൽക്കുവാനും അവന്റെ കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ മധ്യത്തിൽ നമുക്കും നിൽക്കുവാനായിട്ട് കഴിയും എന്നുള്ളതിന് സംശയമില്ല. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനാൽ കൈവിടപ്പെടുകയും കൈവിടപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ന്യായവിധിയിലേക്ക് അകപ്പെട്ടു പോവുകയും അവിടെ പല വിധത്തിലുള്ളതായ ദുരനുഭവങ്ങൾ ഉണ്ടാകും, കരച്ചിലും പല്ലുകടിയും ഒക്കെ ഉണ്ടാകും, വളരെ യാതനയുണ്ടാകും, വളരെ വേദനയുണ്ടാകും എന്നൊക്കെ ഉള്ളതായ ഒരു പഠനം നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നിത്യമായ സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് കഴിയണമെങ്കിൽ മാനസാന്തരപ്പെടുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുക. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ ഇടയായിത്തീരും. സത്യത്തിന്റെ ആ വഴികളിൽ നടക്കുവാൻ, സത്യാത്മാവിനെ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. സമയം ഇനി ഇല്ല. ലോകത്തിന്റെ സംഭവങ്ങൾ ഓരോന്നും നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വചന വ്യവസ്ഥയ്ക്ക് ഒത്തകൊണ്ടും ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ സമയത്ത് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. എനിക്ക് വേണ്ടി സമയത്തെ വേർതിരിച്ചു തന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു.
സ്തോത്രം. ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടി എന്നെ എത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വബലനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അല്പസമയം പിന്നെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ നീ എളിവന് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം കർത്താവേ. സംസാരിക്കപ്പെട്ടതായ വിഷയം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. നീ കരങ്ങളിൽ വഹിച്ചു കൊടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നീടിനെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. നീ ചെയ്യുന്ന സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി സ്തോത്രം. സകല മഹത്വപരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.